കിങ് ഓഫ് ചക്കപ്പത്ത്. കിങ് തന്നെയാണല്ലേ? നല്ലൊരു സൈസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും കിങ് ആണ്. സൈസ് നോക്കൂ. വേണം ഓ, ലേസിലൊരു വെയിറ്റ് നോക്കി കഴിഞ്ഞ ഇപ്പുറത്തിൽ ഏതാണ്ട് 1 കിലോ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും കേട്ടോ. അത് ഒന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒന്ന് കൂടുതൽ ഉണ്ടാവും. ശരി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ മാങ്ങ ഉണ്ടായിരുന്ന ഞെട്ടികളാണ്. ഇതൊക്കെ നമുക്ക് മാങ്ങ പൊഴിഞ്ഞു പോയി, നമ്മളെ സംരക്ഷണത്തിന്റെ പ്രശ്നം. ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞില്ലേ, 1 മീറ്ററൊക്കെയാണ് ഏകദേശം ഒരു ഫ്ലവർ ഉണ്ടാവും. അത്രയും ഭയങ്കര സൈസ്. കാരണം ആ സമയത്ത് നമുക്ക് മഴക്കാറ് വന്നു. ഇവിടെ മഴ മൂടുന്ന സമയത്ത് എല്ലാവർക്കും അറിയാതെ പെട്ടെന്ന് പോകുന്നുണ്ടോ ഫ്ലവറിന്റെ ലെങ്ത് കണ്ടോ, നല്ല ഭയങ്കരമായിട്ട് ഫ്ലവർ. ഇതിൽ ഫ്ലവർ ചെയ്ത മാവുകൾ ഇനി നമുക്കുണ്ട്, മാങ്ങ പിടിക്കാതെ പോയത് ഇപ്പൊ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് അടുത്തത് കണ്ടോ. ഇനി നമ്മുടെ ഫോട്ടോ ടാഗ് ഒന്ന് നോക്കൂ. ഫോട്ടോ ടാഗ് കണ്ടോ, ഇതേ സൈസ് തന്നെയല്ലേ ഇത് നോക്കൂ മാങ്ങന്റെ. നമ്മള് മിയാസാക്കി കാണിച്ച അതേപോലെ തന്നെ ആ ഒറിജിനാലിറ്റി നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും കാണിക്കുന്നത്. കാരണം ഇത് നല്ല കാമ്പ് ഈ ടാഗ് നോക്കാം, ഈ ടാഗ് ഒന്നും കൂടെ കാണാം. കിങ് ഓഫ് ചക്കപ്പത്ത് അതിന്റെ അതേ ഷേപ്പ് തന്നെയല്ലേ ഈ മാങ്ങ നോക്കാം. സെയിം ഷേപ്പ് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നും പറയാനില്ല. ഇതൊക്കെ നമ്മളെ കാലാവസ്ഥയില് നമ്മളെ മലപ്പുറം ജില്ലയിൽ കായ്ച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമാണ്. ഇത് ഒരിക്കലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ സംഭവം ഇത് കൽക്കത്തന്ന് കൊണ്ടുവന്നല്ല. കൽക്കത്തന്ന് കുഞ്ഞാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ചോട് നോക്കൂ, ആട്ടും കാഷ്ടാണ്, നമ്മുടെ കേരളത്തിലത്തെ മണ്ണാണ്. അല്ല കൽക്കത്തന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ കായ്ച്ചത് കൊടുക്കുമ്പോൾ ആളുകൾ പറയുന്നത് ശരിയാണ്. കാരണം ഇത് ഇവിടെ കായ്ക്കൊന്നും ഡൗട്ട്. അടുത്ത തവണ ഇത് കായ്ച്ച് കിട്ടുമെന്നുള്ള സംശയം തന്നെയാണ്. നമ്മളെ ഇവിടെ കായ്ച്ചതാണ്, കേരളത്തിന്റെ മണ്ണില് നമ്മൾ കായ്പ്പിച്ച, മലപ്പുറത്തിന്റെ മണ്ണിൽ നമ്മൾ കായ്പ്പിച്ചാണ്, ചെറുതാക്കി വളർത്തി.